വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഓവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. വേണമെങ്കിൽ ഒന്ന് അരിച്ചിട്ടെടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് പിസ്ത പൊടിച്ചതാണ് ചേർക്കുന്നത്. നല്ല ഫൈനായിട്ട് പൗഡർ ആക്കിയിട്ടില്ല, ഒന്ന് പൊടിച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച ശേഷം 1/2 കപ്പാണ് അളന്നെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബൗളിലൊക്കെ ഒട്ടും നനവില്ലാതിരുന്നാൽ മാത്രമേ നല്ല ഫ്ലഫി ആയിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പം ഞാൻ പൗഡേർഡ് ഷുഗർ എല്ലാം ചേർത്തിട്ട് ഇത് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കളറൊക്കെ ഒന്ന് മാറി വരണം, നല്ല ക്രീമി ആയിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു തടിയുടെ ഏതെങ്കിലും ഒരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2 സ്പൂൺ വീതം ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഈ ഫ്ലോറിൻ്റെ മിക്സ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ വേണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ഗ്രീൻ കളർ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം.
കളർ അനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ കേക്ക് ഒന്ന് ബേക്ക് ആവുമ്പോൾ കുറച്ചൊന്ന് കളറൊന്ന് കുറയും, അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഒരു പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാനൊന്ന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഒരു 30 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്യൂവർ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഈ കേക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇതുപോലെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ. താഴ്ഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നന്നായിട്ട് തണുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കേക്ക് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ ഐസിങ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഗ്രീൻ കളർ ചേർത്തിട്ട് ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം ഇതിലേക്ക് കുറച്ചൊന്ന് വെച്ച് കൊടുക്കാം, കേക്ക് ഇനി തെന്നി മാറാതിരിക്കാൻ. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യണം. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കേക്ക് നല്ല സോഫ്റ്റാണ്, എന്നാലും ഷുഗർ സിറപ്പ് ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പിസ്ത ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പിസ്ത ഇട്ടിട്ടില്ല, ക്രീം മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് പിങ്ക് കളറിലുള്ള വിപ്ഡ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സ്റ്റാറിൻ്റെ നോസിലാണ് ഇട്ടിട്ടുള്ളത്. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്യണമെന്നില്ല. കുറച്ച് പിസ്ത പൊടിച്ചത് ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ കേക്കിൻ്റെ ക്രംസ് ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ബോർഡർ കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കേക്കിൻ്റെ കട്ട് ചെയ്തപ്പോൾ ഉള്ള ക്രംസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോഴായിരിക്കും ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ പിസ്ത കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല ഗ്രീനും റെഡും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കേക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.